യേശുവിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും സാമൂഹ്യ പ്രബുദ്ധരെന്നും ഏറ്റവും ഉന്നതരെന്നും സ്വയമേ വിശേഷിപ്പിച്ചിരുന്നത് നിയമജ്ഞരും ഫരിസേയരുമാണ്. അവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നത് മേന്മയുള്ള മനുഷ്യരായിട്ടാണ്. കാര്യം നിയമങ്ങൾ അറിയാമല്ലോ, അവരാണ് നിയമങ്ങൾ അറിയുന്നവരും നിയമങ്ങൾ പഠിപ്പിക്കുന്നവരും. അവരൊരു സമൂഹത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ശരി, അവർ തെറ്റെന്ന് പറയുന്ന കാര്യങ്ങളാണ് തെറ്റ്. അങ്ങനെ സമൂഹത്തിൽ ശരിയും തെറ്റും പറഞ്ഞ് അവരുടെ ഭാഗം എപ്പോഴും ശരിയാക്കിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം മനുഷ്യരെ മറ്റു മനുഷ്യർ കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? അവർ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. കാര്യം ഇവർ ചെയ്യുന്ന എല്ലാം ശരിയാണ്, സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ശരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിശ്വസിപ്പിച്ച് ഒരു സമൂഹത്തിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയിരുന്ന ചില മനുഷ്യരെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്, നിങ്ങളുടെ ഉള്ളിൽ കാപട്യവും അനീതിയുമാണ്. ഇങ്ങനെ വളരെ ഷാർപ്പായിട്ട് യേശു അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ ആരും അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. കാര്യം എല്ലാ മനുഷ്യർക്കും അവരെക്കുറിച്ച് പറയുമ്പോൾ കൈയടിക്കാൻ മാത്രമാണ് അവസരം. പക്ഷേ ആദ്യമായി അവരെ നോക്കി യേശു പറഞ്ഞു, നിങ്ങളത്ര നല്ലതല്ല, നിങ്ങൾ കൊള്ളില്ല, നിങ്ങൾ പുറമേ പല കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ ഉള്ളിൽ ശരിയല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം സ്ട്രേഞ്ചാണ്. ആദ്യമായി ഒരാൾ അവരെ നോക്കി കൺഫ്രണ്ട് ചെയ്തു. ഈ കൺഫ്രണ്ടേഷനിലാണ് ഇനി യേശുവിനെതിരെ കാര്യങ്ങൾ തിരിയുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ മനുഷ്യരും അത്രയും കാലം അവരെ നോക്കി കൈയടിച്ചുകൊണ്ടും അവരെ നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ആദ്യമായി ക്രിസ്തു അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾ നല്ലതല്ല, നിങ്ങളാണ് ഏറ്റവും മോശം. ഈ ഗോസ്പൽ വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ തോന്നേണ്ട ഒരു ചിന്ത ഇതാണ്, നമ്മളെ നോക്കി കുറേ അധികം മനുഷ്യർ നല്ലതെന്ന് പറയുന്നുണ്ടാവും, മേന്മയുള്ളവരെന്ന് പറയുന്നുണ്ടാവും, നമ്മളാണ് ശരിയെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം യേശുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ യേശു നമ്മളെ നോക്കി എന്തായിരിക്കും പറയുന്നത്? ഈ ഒരു സുവിശേഷ ഭാഗം നമ്മളിൽ തന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു ചിന്തയാണ്. എല്ലാവരും കൊള്ളാമെന്ന് പറയുന്നിടത്ത് ഒരാൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു മനുഷ്യരെല്ലാവരും കൊള്ളില്ല എന്ന് പറഞ്ഞാലും സാരമില്ല, പക്ഷേ ദൈവം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ വേദന നമുക്ക് വേറൊന്നുമില്ലെന്ന് തോന്നുന്നു. പിന്നീട് ഫരിസേയരും നിയമജ്ഞരെ പോലെ നമ്മളും ദുരിതം ജീവിക്കേണ്ടവരായി മാറും. അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം വിളിക്കപ്പെട്ടതുകൊണ്ട് നമ്മളൊക്കെ കൊള്ളാമെന്ന മനുഷ്യരാകണം. മനുഷ്യരല്ലത് പറയേണ്ടത് ദൈവമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.